ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള 2-3 ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കാതെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ജെലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലവറിൻ്റെ പൊടിയൊന്നും ചേർക്കാതെ ഇത് തയ്യാറാക്കുന്നത്. അത് നമുക്ക് പാലും തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടി 2 കപ്പ് പാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാൽ നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതാ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടി വെച്ചിട്ടാണ് ഇത് കാരമലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൈ പാനിൽ ഇതുപോലത്തെ പാത്രമൊക്കെ ആണെന്നുവെച്ചാൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കുകയെന്നുവെച്ചെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സമയം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഒരുപാട് കളറാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പുണ്ടാവും. ഈ ഒരു കളറൊക്കെ ആക്കിയെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചെടുക്കും. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു പാലിൽ അത് മുഴുവനായിട്ടും ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. ആദ്യം അല്പം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഇത് നന്നായിട്ട് തന്നെ പതഞ്ഞ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ പാത്രം കവിഞ്ഞ് പോകുള്ളൂ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരിക്കലും പാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേശ്ശായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ആ കാരമലൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഈ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കറക്റ്റ് കേട്ടോ മധുരം. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല തണുത്ത് പോവേണ്ട, ചെറിയൊരു ഇളം ചൂടുള്ള ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടയിലേക്ക് ഈ പാൽ ഇളം ചൂടിൽ തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ ഒരുപാട് ചൂട് കൂടി പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടൊക്കെ ഇങ്ങനെ പിരിഞ്ഞ പോലെ അങ്ങനെ കിടക്കുള്ളൂ. എന്നാൽ ഈ ഒരു ഇളം ചൂടിലേക്ക് നമ്മുടെ ഈ ഒരു മുട്ടൊക്കെ ഒന്ന് വേവും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിലേക്ക് നമ്മളിതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പാലിൻ്റെ ചൂടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ചൂടിലാക്കാതെ നമ്മൾ ഒരു ഇളം ചൂട് മാത്രമായിട്ടുള്ള ഒരു ചൂടിൽ വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. നമ്മളൊരു മുട്ടയുടെ മിക്സിലേക്ക് ഇളം ചൂടുള്ള പാലെല്ലാം ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തരികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളതൊന്ന് അരിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ റാപ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ല തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കണം, 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഇതൊന്ന് മാറ്റി വെക്കാം.
അപ്പോൾ അത് ഞാൻ എടുത്തതും ആദ്യം തന്നെ ഈ ഒരു ക്ലീൻ റാപ്പ് ഒന്നുകൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അതിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് അതിൻ്റെ വീഴും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പുഡിങ് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കുഴിയുള്ള ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനിവിടെ ബദാമ മാത്രമാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് നട്ട്സും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു നട്ട്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്കാണ് ഇത് മാറ്റുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്നിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാൻ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ്. അപ്പോൾ അതാ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടോ. ഇനി നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.